വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്ന ഭാഗമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ഭാഗം കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു കേട്ടോ. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്, അതായത് ICAയുടെ ഒന്നാമത്തെ സ്റ്റേജാണിത്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജാണ്. പക്ഷേ ICA ഇവിടെ തൊട്ടിട്ടാണ് ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് ബൈ ICA എന്ന് പറഞ്ഞിട്ടാണ് 1937 പാരീസ് കോൺഗ്രസ്സിൽ അപ്പോയിൻ്റ് ചെയ്യുന്നത്. എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നു കേട്ടോ. അങ്ങനെയാണ് ഘടന വരുന്നത്. ഓക്കെ, റോക്ക്ഡെയിൽ പയനിയേഴ്സ് പ്രിൻസിപ്പൽസ് അഡോപ്റ്റഡ് ബൈ ദ ICA ഇൻ കോൺഗ്രസ്. ഏത് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് റോക്ക്ഡെയിൽ പയനിയേഴ്സ് പ്രിൻസിപ്പൽസിനെ അഡോപ്റ്റ് ചെയ്യുന്നത്? ഏത് കോൺഗ്രസ് ആയിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്, പാരീസ് കോൺഗ്രസ് ആണ് കേട്ടോ. പാരീസ് കോൺഗ്രസ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഉത്തരം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICA പുട്ട് ഫോർവേഡ് ടു അപ്പോയിൻറ്റ് എ കമ്മിറ്റി ടു എക്സാമിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് റോക്ക്ഡെയിൽ പയനിയേഴ്സ് പ്രിൻസിപ്പൽസ് ആസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ്? 1930 വിയന്ന കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ICA പുട്ട് ഫോർവേഡ് ടു അപ്പോയിൻറ്റ് എ കമ്മിറ്റി ടു എക്സാമിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് റോക്ക്ഡെയിൽ പയനിയേഴ്സ് പ്രിൻസിപ്പൽ ആസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്. ഓക്കെ, ആ കമ്മിറ്റിയുടെ രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ള രണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽസാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, എസെൻഷ്യലും നോൺ എസെൻഷ്യലും കേട്ടോ. അപ്പോൾ വിച്ച് ഇയർ ദ സബ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ടു ഇവാലുവേറ്റ് റോക്ക്ഡെയിൽ പയനിയേഴ്സ് പ്രിൻസിപ്പൽസ്? ഏത് വർഷമാണ്? 1934 അപ്പോയിൻറ്റ് ചെയ്തത്. സബ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ട്? ഇവാലുവേറ്റ് ചെയ്യാൻ, റോക്ക്ഡെയിൽ പയനിയേഴ്സ് പ്രിൻസിപ്പൽസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇൻ വിച്ച് പ്ലേസ് ICA കോൺഗ്രസ് ഹെൽഡ് ഇൻ 1934? ഈ 1934 ICA കോൺഗ്രസ് എവിടെയാണ് നടന്നത്? എല്ലാം പഠിക്കാനാണ് കേട്ടോ, എവിടെയാണ് നടന്നതെന്ന്. അപ്പോൾ ലണ്ടനിൽ വെച്ചിട്ടാണ് നടന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പ്ലേസ് ICA കോൺഗ്രസ് ഹെൽഡ് ഇൻ 1937? അതായത് 34 to 37 ആണല്ലോ പറയുക. അപ്പോൾ LP എന്ന് നമ്മൾ പറഞ്ഞു, ലണ്ടൻ. P ഫോർ പാരീസ്. ICA കോൺഗ്രസ് 34 ലണ്ടനിൽ വെച്ച് നടന്നു, 37 പാരീസിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, അടുത്തത്, ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആർ റിവ്യൂഡ് ആൻഡ് അമെൻഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, വരാറുണ്ട് കേട്ടോ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആർ റിവ്യൂഡ് ആൻഡ് അമെൻഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ്. എവിടെ വെച്ചിട്ടാണ്? ICA പാരീസ് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്നതും അമെൻഡ് ചെയ്യപ്പെടുന്നതും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് ആർ റിവ്യൂഡ് ആൻഡ് അമെൻഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ICA പാരീസ് കോൺഗ്രസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് അഥവാ കാർവേ പ്രിൻസിപ്പൽസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ തേർഡ് സ്റ്റേജാണ്. ICAനെ സംബന്ധിച്ച് സെക്കൻഡ് സ്റ്റേജാണ്, ടോട്ടലി നോക്കുമ്പോൾ തേർഡ് സ്റ്റേജാണ്. ഓക്കെ, ICA സെക്കൻഡ് പ്രാവശ്യമാണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് റീഫോർമുലേറ്റ് ചെയ്യുന്നത്. ആദ്യം റിവ്യൂ ചെയ്തു, അമെൻഡ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ എസെൻഷ്യലും നോൺ എസെൻഷ്യലും എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടായി. പിന്നെ അതിനുശേഷമാണ് റീഫോർമുലേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് 1964 തൊട്ട് 66 കാലഘട്ടമാണ്. 1964-ലും 66-നും 64-ന് അവരേനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 66-ലാണ് അംഗീകരിക്കുന്നതും സബ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അതിലെ ക്വസ്റ്റ്യൻ വരുന്നത്, ദ ഇയർ ഇൻ വിച്ച് 22nd അതായത് 22ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് എവിടെ വച്ചിട്ടാണ് ഹെൽഡ് ചെയ്തത്? അപ്പോൾ 1963 കേട്ടോ 22ാമത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ചെയ്യുന്നത്. എവിടെയാണ്? 1963. ഓക്കെ, പിന്നെ 22ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് എവിടെ ഹെൽഡ് ചെയ്യുന്നു? അത് ബോൺമൗത്തിലാണ് കേട്ടോ. ബോൺമൗത്ത്, UK ബോൺമൗത്തിലാണ് 22ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ചെയ്യുന്നത്. ഓക്കെ, 1963
തന്നെയാണ് എന്ത് ഈ ബോൺമൗത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ രണ്ടും പഠിക്കണം. 1963 പഠിക്കണം, ബോൺമൗത്തും പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഹു വാസ് ദ ചെയർമാൻ ഓഫ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ടു റീഫോർമുലേറ്റ് പ്രിൻസിപ്പൽസ് ഇൻ 1964. അതിൽ തീരുമാനം എടുത്തു, എന്നിട്ട് 1964 അപ്പോയിൻറ്റ് ചെയ്തു. ഈ 1964 അപ്പോയിൻറ്റ് ചെയ്തപ്പോഴുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ DJ കാർവേ ആയിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, DJ കാർവേ ആയിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ ഈ 22ാമത്തെ ICA കോൺഗ്രസ് ഹെൽഡ് അറ്റ് ബോൺമൗത്ത് എന്താ തീരുമാനിച്ചത്? ഡിസൈഡഡ് ടു അപ്പോയിൻറ്റ് എ കമ്മിറ്റി ടു റീഫോർമുലേറ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്. അതാണ് ആ ബോൺമൗത്ത് കോൺഗ്രസിൻ്റെ പ്രാധാന്യം അവിടെ വരുന്നത്. ഓക്കെ, 22ാമത്തെ ICA കോൺഗ്രസ്സായ ബോൺമൗത്തിൽ വെച്ച് നടന്നതിൽ 1963 കൂടിയാലോചന നടത്തി ഒരു കമ്മിറ്റി ടു റീഫോർമുലേറ്റ് ചെയ്യണം കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസിന് വേണ്ടിയെന്ന് തീരുമാനമെടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഒക്ടോബർ 1964 എന്ത് ചെയ്യുന്നത്? അപ്പോയിൻ്റ് ചെയ്യുന്നത് സബ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് പ്രൊഫസർ DJ കാർവേ ടു റീഫോർമുലേറ്റ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് 2 വർഷങ്ങൾ പഠിച്ചു വയ്ക്കാം. ഹു വാസ് ദ ചെയർമാൻ ഓഫ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ടു റീഫോർമുലേറ്റ് പ്രിൻസിപ്പൽസ് ഇൻ 1964? DJ കാർവേ. ഓക്കെ, DJ കാർവേ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു. അപ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ്. ഹൗ മെനി മെമ്പേഴ്സ് ഇൻ DJ കാർവേസ് കമ്മിറ്റി? DJ കാർവേയുടെ കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്? 5 രാജ്യങ്ങളിലുള്ള മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 5 രാജ്യങ്ങളിലുള്ള മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നും ഏഷ്യ ആ ഭാഗത്തു നിന്നാണ് DJ കാർവേ ഉണ്ടായിരുന്നത്. പിന്നെ ജർമ്മനിയിൽ നിന്നും ഹാൻസ്ലർ ഉണ്ടായിരുന്നു. കൗഡനിൽ നിന്നും USA. കൗഡൻ, അതായത് കൗഡൻ എന്ന വ്യക്തി USA നിന്ന്. ജർമ്മനി ഹാൻസ്ലർ കേട്ടോ, കൗഡൻ USA. പിന്നെ ബോണർ എന്ന് പറഞ്ഞ ആൾ UK കാരനായിരുന്നു. കിസ്റ്റനോവ് എന്നുള്ള ആൾ എവിടെയായിരുന്നു? USSR ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വല്ല കോഡ് എങ്ങാനും വെച്ച് ഓർക്കുക. ജർമ്മനി ഹാൻസ്ലർ. അപ്പം ജർമ്മനി ഹാൻസ്ലർ. ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. ജാമ് ഹാൻഡ് അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. അല്ലെങ്കിൽ പിന്നെ അതായത് ജംസ് ഹാൻഡ്സിലാവുക അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. കീടാണുക്കൾ കയ്യിലാവുക അങ്ങനെ. കൗ എന്ന് വെച്ചാൽ പശുക്കളെ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? USA ആലോചിക്കുക. കൗ USA. ഓക്കെ, പിന്നെ ബോൺ ഇൻ UK എന്ന് ആലോചിക്കുക. അങ്ങനെ എന്തെങ്കിലും കോഡുകൾ വെച്ച് പെട്ടെന്ന് മറന്നു പോകും. പിന്നെ കിസനോവ് USSR ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കോഡ് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, USSR എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി പെട്ടെന്ന് ഓർത്ത് വയ്ക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയത് DJ കാർവേ, ജർമ്മനിയിൽ നിന്ന് ഹാൻസ്ലർ, പിന്നെ USA കൗഡൻ, UK നിന്ന് ബോൺ ഇൻ UK, പിന്നെ USSR കിസനോവ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. USSR അല്ലേ. USS, കിസ്സും ഉസ്സും തുടക്കമാണല്ലോ. കിസ്സും ഉസ്സും എസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഹൗ മെനി മെമ്പേഴ്സ് ഇൻ DJ കാർവേ കമ്മിറ്റി? 5 രാജ്യങ്ങൾ, 5 മെമ്പേഴ്സ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഓർമ്മയിൽ നിൽക്കണ പരിപാടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. കാർവേ കമ്മിറ്റി സബ്മിറ്റ് ചെയ്തു റിപ്പോർട്ട്. എന്നാ സബ്മിറ്റ് ചെയ്തത്? 1966 വിയന്ന കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നാ സബ്മിറ്റ് ചെയ്യുന്നത്? കാർവേ കമ്മിറ്റി സബ്മിറ്റ് ദ റിപ്പോർട്ട് ഇൻ ദ ഇയർ 1966 വിയന്ന കോൺഗ്രസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്രിൻസിപ്പൽസ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 6 പ്രിൻസിപ്പൽസാണ് പറയുന്നത്. റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് എത്രയാണ്? 6 കേട്ടോ. അതായത് കാർവേയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ പ്രിൻസിപ്പൽസ്. കാർവേ കമ്മിറ്റി സബ്മിറ്റ് ചെയ്തത് 1966. അപ്പോൾ ഈ കാർവേ കമ്മിറ്റിയെ ബന്ധപ്പെട്ട് 63 പഠിക്കണം, 64 പഠിക്കണം, 66 പഠിക്കണം. ഓക്കെ, ഈ വർഷമൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പൽസ് ഏതൊക്കെയാണ്? ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള 6 പ്രിൻസിപ്പൽസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. എല്ലാ എക്സാമുകൾക്കും മാറ്റി മറിച്ചൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, അതിനെ ഡിവിഡൻഡ് ഓൺ പർച്ചേസ് എന്നറിയപ്പെടും. നമ്മുടെ പഴയ പ്രിൻസിപ്പളിലുള്ള പാട്രണേജ് ഡിവിഡൻഡ് ഉണ്ടല്ലോ, അതുതന്നെയാണ് ഇവിടെ പറയണത്. എന്ത്
ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഡിവിഡൻറ്റിൻ്റെ തന്നെ ആണ് പറയണത്. അത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ ഒരു 6 പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് കാർവേയുടെ ഏറ്റവും വലിയ ഒരു സംഭാവനയായിട്ട് കരുതപ്പെടുന്നത്. ഓക്കെ, കാർവേയുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കരുതപ്പെടുന്ന പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ളത്. ദ ഇയർ ഇൻ വിച്ച് 23rd ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ്സ് ആണ് ഈ 1966 നടന്നത് കേട്ടോ. 23ാമത്തെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ആണെന്ത്, ഈ 23ാമത്തെയാണ് 1966 നടന്നത്. ഓക്കെ, അതെവിടെ വെച്ച് നടന്നു? വിയന്നയിൽ വെച്ചാണ് നടന്നത് കേട്ടോ. ദ പ്ലേസ് ഇൻ വിച്ച് 23rd ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വിയന്നയിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയി. പിന്നെ ഈ ഒരു കാർവേ കമ്മിറ്റിയുടെ പ്രിൻസിപ്പൽസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. വിച്ച് കമ്മിറ്റി ഗിവൺ എക്സ്പ്ലനേഷൻ ടു ഓൾ പ്രിൻസിപ്പൽസ്? എല്ലാ പ്രിൻസിപ്പൽസിനെ കുറിച്ചും എക്സ്പ്ലനേഷൻ നൽകിയ കമ്മിറ്റി ഏതാണ്? അത് DJ കാർവേ കമ്മിറ്റി ആയിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ വിച്ച് കമ്മിറ്റി പ്രൊപ്പോസ്ഡ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആസ് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ? അതും ഏതാണ്? DJ കാർവേ കമ്മിറ്റിയാണ്. പിന്നെ കോപ്പറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തെല്ലാമാണ്? മെമ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ്, എഡ്യൂക്കേഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സ്, എഡ്യൂക്കേഷൻ ഓഫ് പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ്, ഇവരെയെല്ലാം എഡ്യൂക്കേഷൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ ഊന്നൽ കൊടുക്കുന്നത്, ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് മെമ്പേഴ്സ്, ഓഫീസ് ബിയറേഴ്സ്, പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ്, ഇവർ 3 പേരെയും ഉൾക്കൊള്ളിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ICA പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ പോലെ, അതായത് ഒരു കൊട്ടേഷൻ പോലെ പറഞ്ഞു ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സിനെ കുറിച്ചിട്ട്. അതാണ് അക്കോർഡിംഗ് ടു ICA, ഇഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് ടു ബി റൈസ് ഇൻ ഇറ്റ്സ് ഫുൾ സ്റ്റാറ്റ്യൂർ, സെവറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മസ്റ്റ് അൺസർവ്ഡ്ലി സപ്പോർട്ട് വൺ അനദർ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സിനെ കുറിച്ച് ICA പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, പിന്നെ വിച്ച് പ്രിൻസിപ്പിൾ ഈസ് കൺസിഡേർഡ് ആസ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് പേരുകളുണ്ട് അതിന്. വിച്ച് പ്രിൻസിപ്പിൾ ഈസ് കൺസിഡേർഡ് ആസ് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി, പിന്നെ കാർവേ പ്രിൻസിപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ പഠിച്ചു വയ്ക്കുക, എല്ലാ രീതിയിലും പഠിച്ചു വയ്ക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പഠിക്കുക, പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി എന്ന് പഠിക്കുക, കാർവേ പ്രിൻസിപ്പിൾസ് എന്ന് പഠിക്കുക. അങ്ങനെ എല്ലാ പ്രിൻസിപ്പിൾസും എന്താണ്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിൻ്റെ മറ്റു പേരുകളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കമ്മിറ്റി ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ബൈ റീപ്ലേസിങ് ദ പ്രിൻസിപ്പൽ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാറ്റിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന ഹെഡ് കൊണ്ടുവന്നു. അത് ഏത് കമ്മിറ്റിയാണ്? അത് കാർവേ കമ്മിറ്റിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ കാർവേ കമ്മിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു വെർട്ടിക്കൽ കോപ്പറേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കോപ്പറേഷൻ. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ കോപ്പറേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കോപ്പറേഷൻ ആർ റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കമ്മിറ്റിയാണ്? DJ കാർവേ കമ്മിറ്റി വീണ്ടും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അപ്പോൾ എന്താണ് ഈ വെർട്ടിക്കൽ കോപ്പറേഷൻ എന്ന് നോക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ കോപ്പറേഷനും വെർട്ടിക്കൽ കോപ്പറേഷനും എന്താണെന്ന് നോക്കാം. കോപ്പറേഷൻ ഇൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ഇൻ ദ സെയിം സ്റ്റേജ്. ഒരേ സ്റ്റേജിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ലിങ്ക് ഉണ്ടാവുമല്ലോ, ആ ലിങ്കിനെയാണ് ഹൊറിസോണ്ടൽ കോപ്പറേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്, ഒരേ ടൈപ്പ് വേണമെന്നില്ല, അതായത് ഇപ്പം ഒരേപോലത്തെ സൊസൈറ്റികളാവണമെന്നില്ല, പല ഇപ്പോൾ ഒരു കൺസ്യൂമർ, ഒരു മാർക്കറ്റിംഗ്, അങ്ങനെ ആവാം. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സെയിം സ്റ്റേജിലുള്ള ഒരു കോപ്പറേഷൻ, ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതാണ് ഈ ഹൊറിസോണ്ടൽ കോപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ, അതായത് നേരെ പോണ സംഭവം. നേരെ ഒരു വര വരച്ചിട്ട് നേരെ
രണ്ട് സൈഡിലും ആരോട്ട് അവരിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അതായത് ഒരേ ലെവലിൽ കടന്നു പോകുന്നതാണ് അവർ, ഒരേ ലെവലിലുള്ളതാണ്. ഓരോരുത്തർ ഓരോ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ അവരൊക്കെ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അതാണ് ഹൊറിസോണ്ടൽ കോപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കോപ്പറേഷൻ ഇൻ ബിറ്റ്വീൻ സെയിം ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഇൻ ദ ഡിഫറെൻറ്റ് സ്റ്റേജ്, ഡിഫറെൻറ്റ് ലെവൽസിലുള്ള സൊസൈറ്റികൾ പക്ഷേ ഒരേ സൊസൈറ്റി ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഷോർട്ട് ടേം ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മുകളിൽ നമ്മുടെ കേരള ബാങ്ക്, പിന്നെ അത് കഴിഞ്ഞ് താഴെ ഇപ്പോൾ DCB ഇല്ല, പിന്നെ നേരെ നമ്മുടെ പ്രൈമറീസ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അവർ തമ്മിലുള്ളൊരു ബന്ധം. അപ്പോൾ അതാണ് വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ കേട്ടോ. നേരെ അപ്പെക്സും അല്ലെങ്കിൽ താഴെയുള്ള പ്രൈമറിയും തമ്മിലുള്ള ബന്ധം. മറ്റത് എല്ലാം സെയിം ആയിരിക്കും. അവരുടെ ഈക്വൽ ഒരു തസ്തിക അല്ലെങ്കിൽ ഈക്വൽ ഒരു ടയർ വെച്ചിട്ടാണ്, ഒരു പിയർ ഗ്രൂപ്പ് വെച്ചിട്ടാണ് അവരുടെ കോപ്പറേഷൻ പോകുന്നത്. ഇത് നേരെ മുകളിലും താഴെയും ആയിട്ട്. ഓക്കെ, അതാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? DJ കാർവെയാണ് അത് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടതായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിയണം. അതായത് DJ കാർവയുടെ ഒരു സ്റ്റേജും അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽസൊക്കെ നമ്മളവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. അവിടുത്തെ വർഷം പഠിക്കേണ്ടത് ഏതൊക്കെ വർഷങ്ങൾ നോക്കണം എന്നറിയോ? 22ാമത്തെ ICA കോൺഗ്രസ്, അതായത് 1963 നടന്നത്. പിന്നെ അതുപോലെ തന്നെ 64 നടന്നത്. 64 അപ്പോൾ സബ് കമ്മിറ്റീനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ 66 വിയന്നയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അംഗീകരിച്ചു. അവർ പ്രിൻസിപ്പൽസൊക്കെ പറഞ്ഞു അല്ലേ. 66 വിയന്നയിൽ പ്രിൻസിപ്പൽസൊക്കെ റെഡിയാക്കി. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു പ്രിൻസിപ്പൽസ് ഏതൊക്കെയാണ്, പ്രിൻസിപ്പൽസിൻ്റെ മറ്റ് പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം കേട്ടോ. എന്തൊക്കെ പ്രിൻസിപ്പൽസ് ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നതെന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അത് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത സ്റ്റേജായ 4th സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 1964 66 ഇവിടെ ഓർക്കേണ്ടത്. 63 64 66 ഓർക്കണം. അത് കഴിഞ്ഞ് 4th സ്റ്റേജിലേക്ക് കടക്കുമ്പം 4th സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്. പക്ഷേ ICA സംബന്ധിച്ച് അത് 3rd സ്റ്റേജാണ് കേട്ടോ. അതിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്? റിവൈസ്ഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്നാണ് പേര്. എന്താ പേര്? റിവൈസ്ഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് 1995 എന്നാണ് പേര് കേട്ടോ. ഓക്കെ, അതുതന്നെയാണ് റീഡിഫൈൻഡ് പ്രിൻസിപ്പൽസ് എന്നും അറിയപ്പെടും. 7 പ്രിൻസിപ്പൽസാണ് ഉള്ളത്, റീഡിഫൈൻഡ് പ്രിൻസിപ്പൽസ്. ഇപ്പം നിലവിലുള്ളത് എന്താണ്? ഈ 1995 പ്രിൻസിപ്പൽസ് തന്നെയാണ് ഇപ്പം നമുക്ക് നിലവിലുള്ള പ്രിൻസിപ്പൽസ് ഉള്ളത്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അത് നോക്കാം. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇത്രയാണ് ഇന്ന് നിലവിൽ നിൽക്കുന്ന അത്. അപ്പോൾ ആ 1995 വന്നതാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് റീഡിഫൈൻഡ് പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ റിവൈസ്ഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ VDMA ECC എന്ന കോഡ് എളുപ്പത്തിൽ എല്ലാ ഫസ്റ്റ് ലെറ്റർ ഇല്ലേ, VDMA ECC എന്ന് പറഞ്ഞ കോഡിൽ ഓർത്താൽ, പിന്നെ C തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്മ്യൂണിറ്റിയാണ് ലാസ്റ്റ് എന്ന് ആലോചിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് തിരിഞ്ഞു പോവില്ല. അത് കഴിഞ്ഞ് ഈ ഒരു കമ്മിറ്റിയുടെ ഫോർമേഷൻ നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. അത് കുറച്ച് പോയിൻ്റുകളുണ്ട് ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിറയെ ക്വസ്റ്റ്യൻസ് കാണാറുള്ള മേഖലയാണ്. ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കാണുക. ഓക്കെ, വിച്ച് കമ്മിറ്റി പ്രൊപ്പോസ്ഡ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആസ് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്? ഏത് കമ്മിറ്റിയാണ് പ്രപ്പോസ് ചെയ്തത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആസ് എ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്ന്? ഏത് കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്? പ്രപ്പോസ് ചെയ്തത്? അപ്പോൾ പ്രൊഫസർ ഇയാൻ മാക്ഫിയേഴ്സൺ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇയാൻ മാക്ഫിയേഴ്സൺ ആണ്. കനേഡിയൻ ആയിരുന്നു, കാനഡക്കാരനാണ്, കാനഡയാണ് സ്വദേശം. അദ്ദേഹമാണ് ഈ ഒരു കൺസേൺ, അതായത് വിച്ച് കമ്മിറ്റി പ്രൊപ്പോസ്ഡ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കാർവയുടെ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞില്ലേ, അതേപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അതൊരു കമ്മിറ്റിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം.
പ്ലേസ് ഇൻ വിച്ച് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ 1992. അതായത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് 1992 നടന്നത് എവിടെയാണ്? ടോക്കിയോയിലാണ് നടന്നത്. ഓക്കെ. പ്ലേസ് ഇൻ വിച്ച് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ 1995. 1995 നടന്നത് എവിടെയാണ്? അത് മാഞ്ചസ്റ്ററിലാണ് കേട്ടോ. 1995 മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ ഏതു വർഷമാണ്? ഇൻ വിച്ച് ഇയർ ഈ മാക്ഫിയേഴ്സിനെ അപ്പോയിൻറ്റഡ് ടു റീഡിഫൈൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ്? ഏത് വർഷമാണ് റീഡിഫൈൻ ചെയ്യാൻ അപ്പോയിൻറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1992 ടോക്കിയോ കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 1992 പഠിക്കണം, നമ്മുടെ ടോക്കിയോ കോൺഗ്രസ്സും പഠിക്കണം കേട്ടോ. പിന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1994 അത് ഓർക്കണം കേട്ടോ. 1994 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ 95 അത് ശരിക്കും അംഗീകരിക്കപ്പെടുന്നതും അത് സബ്മിറ്റ് ചെയ്തു. പക്ഷെ 94 സബ്മിറ്റ് ചെയ്തു. പക്ഷെ അത് അംഗീകരിക്കപ്പെടുന്നതും ആ പ്രിൻസിപ്പൽസ് എടുക്കുന്നതും അഡോപ്റ്റ് ചെയ്യുന്നതും ഒക്കെ 95. അപ്പോൾ ആ വർഷം ഒന്ന് ഓർത്തിരിക്കുക. സബ്മിറ്റ് ചെയ്ത വർഷം ചോദിച്ചാൽ തലേവർഷം 1994 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ICA പ്രസൻറ്റ് ചെയ്യുന്നത് 95 മാത്രം. ഓക്കെ. അപ്പോൾ അതാണ് ഈ ഒരു വർഷത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. 92 ടോക്കിയോ ഓർത്തിരിക്കുക, 95 മാഞ്ചസ്റ്റർ ഓർത്തിരിക്കുക, 92 അപ്പോയിൻറ്റ് ചെയ്തു എന്ന് ഓർക്കുക, 94 അദ്ദേഹം വേഗം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പിന്നെ ICA അപ്രൂവ്ഡ് ആൻഡ് പ്രസൻറ്റഡ് എന്നാണ് ICA അപ്രൂവ് ചെയ്തതും പ്രസൻറ്റ് ചെയ്തതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നാണ്? അതാണ് 1995 ന്യൂ സെഞ്ച്വറി ഹാൾ മാഞ്ചസ്റ്ററിൽ വെച്ചിട്ടാണ് അപ്രൂവ് ചെയ്യുന്നതും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ICA സെൻറ്റിനറി കോൺഗ്രസ് സെലിബ്രേറ്റ് ചെയ്ത വർഷമായിരുന്നു എന്ത്? ICAയുടെ സെൻറ്റിനറി കോൺഗ്രസ് സെലിബ്രേറ്റ് ചെയ്ത വർഷം കൂടിയാണ് 1995 ന്യൂ സെഞ്ച്വറി ഹാൾ മാഞ്ചസ്റ്റർ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രിൻസിപ്പിള് എല്ലാം അംഗീകരിക്കുന്നതും. അതാണ് ഇനി മുതലുള്ള ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽസ് എന്ന് ഒക്കെ തീരുമാനിക്കുന്നതൊക്കെ ഈ ഒരു ന്യൂ സെഞ്ച്വറി ഹാൾ മാഞ്ചസ്റ്ററിലെ ഈ ഒരു സെൻറ്റിനറി കോൺഗ്രസ്സിലാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ 31ാമത്തെ ICAയുടെ കോൺഗ്രസ്സാണ് എന്ത്? ഈ സെൻറ്റിനറി കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ആരായിരുന്നു പ്രസിഡൻ്റ് ആയിട്ടുള്ളത്? ICAയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ലാർസ് മാർക്കസ് ആയിരുന്നു കേട്ടോ. ലാർസ് മാർക്കസ് ആണ് ആ സമയത്ത് ICAയുടെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് ദ പ്രിൻസിപ്പൾ വിച്ച് വാസ് ഇൻക്ലൂഡഡ് ഇൻ ഓൾ ഓഫ് ദ 4 സ്റ്റേജസ് വിത്തൗട്ട് എനി ചേഞ്ച്. ഒരു ചേഞ്ചും കൂടാതെ എല്ലാ സ്റ്റേജിലുടനീളം ഉണ്ടായിരുന്ന പ്രിൻസിപ്പൾ ഏതാണ്? ഓരോ പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു ആദ്യം, പിന്നെ മാറ്റം വന്നു, പിന്നെ വീണ്ടും കൂട്ടിച്ചേർത്തു, അല്ലെങ്കിൽ രൂപം മാറി. ഇത് രൂപം വേർഡ്സൊക്കെ മാറിയാലും ആ ഒരു തീം മാറാതെ നിന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആദ്യം മുതൽ അവസാനം വരെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു പ്രധാനപ്പെട്ടതായിട്ട് പറയണത്. അപ്പോൾ ഓരോ പ്രിൻസിപ്പളിൻ്റെ ഉള്ളിലും കണ്ടൻറ്റും ജസ്റ്റ് നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മുടെ കേരാഫെഡിൻ്റെ ഏതോ ഒരു എക്സാമിന് ഈ പറഞ്ഞ പോലെ ഉള്ളിലെ കണ്ടൻറ്റ് ചേരുംപടി പോലെ ചേർത്ത് ഒരു സൈഡിൽ പ്രിൻസിപ്പൽസ് തന്നിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ തന്നു. ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലായാലല്ലേ നമുക്കതങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ പ്രിൻസിപ്പൽസിൻ്റെ ഉള്ളിൽ എന്താണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന്. അതായത് ഇപ്പം ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഓപ്പൺ ടു ഓൾ പേഴ്സൺസ് ഏബിൾ ടു യൂസ് ദെയർ സർവീസസ്, അങ്ങനെ ഓരോ വാക്കുകളായിരുന്നു തന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് ജസ്റ്റ് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ആകുമ്പോൾ 1 man 1 vote, കൺട്രോൾ ബൈ മെമ്പർ യൂസർ അല്ലേ. പ്രധാനമായിട്ടും അതാണല്ലോ. ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ മീൻസ് കൺട്രോൾ ബൈ മെമ്പർ യൂസർ. മെമ്പർ യൂസർക്ക് എന്തുണ്ട്? മെമ്പേഴ്സിൻ്റെ ആക്ടിവിറ്റിയിൽ പിന്നെ മെമ്പേഴ്സ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയർ പോളിസീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വോളണ്ടറിലി. അത് പ്രധാനമാണ്. ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻസ് കൺട്രോൾഡ് ബൈ ദെയർ മെമ്പേഴ്സാണ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സൊക്കെ ഈ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ വരുന്നുണ്ട്. ഓക്കെ. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സെർവ് ദെയർ മെമ്പേഴ്സ് മോസ്റ്റ് എഫക്റ്റീവ്ലി ആൻഡ് സ്ട്രെങ്തൺ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ബൈ വർക്കിംഗ് ടുഗദർ ത്രൂ ലോക്കൽ, നാഷണൽ, റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്ട്രക്ചേഴ്സ്.
അതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് മോസ്റ്റ് എഫക്റ്റീവ്ലി ആയിട്ട് സ്ട്രെങ്തൻ ചെയ്ത് ഒരുമിച്ച് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ വർക്കിംഗ് ടുഗദർ ചെയ്യാൻ, അതിനെ ലോക്കലും നാഷണലും ഇൻ്റർനാഷണൽ എല്ലാ സ്ട്രക്ചേഴ്സിനെയും യൂസ് ചെയ്ത് അതിലൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർത്ത് സ്റ്റേജ്, അതായത് റിവൈസ്ഡ് അല്ലെങ്കിൽ റീഡിഫൈൻഡ് പ്രിൻസിപ്പിൾ 1995 മാഞ്ചസ്റ്റർ ഇയാൻ മാക്ഫേഴ്സൺ 7 പ്രിൻസിപ്പിൾസ്. ഇത് മൊത്തം ഓർത്തിരിക്കണം കേട്ടോ. കോഡ് ODVDMAECC, വോളണ്ടറി ഓപ്പൺ ആൻഡ് വോളണ്ടറി അല്ലെങ്കിൽ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഹൊറിസോണ്ടൽ കോപ്പറേഷനും വെർട്ടിക്കൽ കോപ്പറേഷനും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജസിൽ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് വാല്യൂസ് ഉണ്ട് കേട്ടോ. കോപ്പറേറ്റീവ് വാല്യൂസും കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം, അതായത് ഇയാൻ മാക്ഫിയേഴ്സൺ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ഒരു വലിയ വോളിയമായിട്ടൊരു ഒരു പ്രബന്ധം പോലെ ഈ ഒരു കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റീനെ അവിടെ സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതും എന്ത് ചെയ്തു, അതായത് അതുവരെ ഒരു വ്യക്തമായ ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ ഇന്ന ഡെഫിനിഷൻ, ഇന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്, ഇന്ന വാല്യൂസ് എന്നൊന്നും സഹകരണത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഈ ഒരു കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി 1995 ഈ സമർപ്പിച്ചതിന് ശേഷമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു രൂപഘടന ഉണ്ടായത്. ഇത്ര പ്രിൻസിപ്പൾസ്, കോപ്പറേറ്റീവ് വാല്യൂസ് 10 എണ്ണമാണുള്ളത് കേട്ടോ. അപ്പോൾ അതും പഠിക്കണം, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അത് ഒരുമിച്ച് അദ്ദേഹമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ICA അത് അംഗീകരിക്കുന്നത്. 1995 അംഗീകരിച്ചു. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത ഭാഗമായിട്ട് നമുക്ക് വാല്യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ്സായിട്ട് കാണാം. താങ്ക്